ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ ഒരു വർക്ക് വീഡിയോ ആണ്. ഇപ്പോൾ വർക്ക് ചെയ്യുന്ന സൈറ്റിൽ കബോർഡ് വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ആദ്യ ഘട്ടം എന്നുള്ള നിലയ്ക്ക് ക്യാബിനറ്റ്സിൻ്റെ ആ ഫസ്റ്റ് സ്ട്രക്ചർ വർക്ക് ഉണ്ടല്ലോ, അതങ്ങോട്ട് പൂർത്തിയായതേ ഉള്ളൂ. അന്ന് കാണിക്കാമെന്ന് എഴുതിയിട്ട് വീഡിയോ എടുത്താണ്. മുഴുവനായിട്ടും മരം ഉപയോഗിച്ചിട്ടാണ് ഇവിടെ കബോർഡുകൾ പണിയുന്നത്. ഇക്കാര്യം പ്രത്യേകം എടുത്തു പറയാൻ കാരണം റീസെൻ്റ്ലി കബോർഡുകളും മറ്റ് ഇൻറ്റീരിയറുകളും എല്ലാം ചെയ്യുന്നത് കൂടുതലും PVC ബോർഡുകൾ പോലെയുള്ള വുഡ് സബ്സ്റ്റിറ്റ്യൂട്ട് മെറ്റീരിയൽ കൊണ്ടാണ്. നമ്മൾ പ്ലാസ്റ്റിക്കിനെതിരെ വലിയ വലിയ പ്രചാരണങ്ങൾ നടത്തുകയും ഒപ്പം നമ്മുടെ വീടുകൾ പ്ലാസ്റ്റിക് മെറ്റീരിയൽ കൊണ്ട് പണിയുകയും ചെയ്യും. ഇത് ഏറ്റവും വലിയ വിരോധാഭാസമല്ലേ? നല്ല പച്ചയായ വിരോധാഭാസം. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്തോളൂ. നമുക്ക് പ്ലാസ്റ്റിക്കിനെ പരിപൂർണമായിട്ട് നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്താൻ സാധിക്കില്ല, അതൊരു വസ്തുതയാണ്. എങ്കിലും നമ്മളുടെ ആവശ്യങ്ങൾക്ക് ഉതകുന്ന തരത്തിൽ മാത്രം അതിനെ ഒപ്റ്റിമൈസ് ചെയ്ത് ഉപയോഗിക്കാൻ സാധിക്കും. എന്തുകൊണ്ട് നമ്മളങ്ങനെ ഒപ്റ്റിമൈസ് ചെയ്യണം? ആ ഒപ്റ്റിമൈസ് ചെയ്യേണ്ടതിൻ്റെ ആവശ്യകത എന്താണ്? അത്തരത്തിലുള്ള ചിന്തയ്ക്ക് ഇടയാവട്ടെ ഈ ഒരു വീഡിയോ. നമുക്ക് ജസ്റ്റ് ഒരു കമ്പാരിസൺ ഒന്ന് ചിന്തിച്ചു നോക്കാം. നമ്മൾ ഈ വിഷ്വലിൽ കാണുന്ന ക്യാബിനറ്റ്സ് ആഞ്ഞിലി മരത്തിൻ്റെ പലക കൊണ്ടാണ് പണിതിട്ടുള്ളത്. നേരെ പറിച്ച് ഇത് നമ്മൾ ഷീറ്റിൽ പണിയാനുള്ള കാര്യം ഒന്ന് ആലോചിക്കാം. വിപണിയിലെ ഇന്നത്തെ വില നിലവാരം അനുസരിച്ച് 210 x 210 സെൻറ്റിമീറ്റർ അളവിലുള്ള കബോർഡ് പണിയുന്നതിന് ബാക്ക് പാനൽ ഉൾപ്പെടെ 8 ഷീറ്റുകൾ ഫുള്ളായിട്ട് വേണ്ടി വരും. 8x4 8 ഷീറ്റുകൾ. ഇന്ന് നമുക്ക് മാർക്കറ്റിൽ ലഭ്യമാകുന്ന ഏറ്റവും മികച്ചതെന്ന് പറയുന്ന ഷീറ്റുകളുടെ വില വെച്ച് നോക്കിയാൽ തന്നെ 45,000 രൂപ ഷീറ്റുകൾക്ക് വേണ്ടി മാത്രം വരും. ഇനി അതിലൊരു മൈക്ക ലാമിനേഷൻ വേണമെന്ന് ചിന്തിച്ചാലോ? മൈക്കയുടെ വിലയും പ്രസ്സിംഗ് ചാർജും അടക്കം ഏതാണ്ട് 10,000 രൂപ അതിനും വരും. കൂടാതെ അതിൻ്റെ ലേബർ ചാർജ്, ഹിഞ്ചസ്, ഹാൻഡിൽസ്, ലോക്ക്, ഡ്രോറൈൽസ് തുടങ്ങിയ ഫിറ്റിംഗ് ആക്സറീസിൻ്റെ വിലയും വെച്ച് കൂട്ടിയിട്ടുണ്ടെങ്കിൽ ഏകദേശം 17,000 രൂപയോളം അതിനും വരും. അങ്ങനെ ആകെ നോക്കുമ്പോൾ ഇതുപോലൊരു യൂണിറ്റ് PVC ബോർഡിൽ ഉണ്ടാക്കിയെടുക്കുമ്പോൾ 70,000-ൽ കുറയാതെയാകും അതിൻ്റെ ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത്. ഈ കാര്യം നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. നേരെ കുറിച്ച് നമ്മൾ ഈ കബോർഡ് ആഞ്ഞിലി മരത്തിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിലോ, ആഞ്ഞിലിയുടെ പലക വെച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 60,000-ൽ ഏകദേശം 60,000 രൂപയിൽ അതിൻ്റെ വർക്ക് പൂർത്തിയാക്കിയെടുക്കാൻ സാധിക്കും. കൂടാതെ ഇതിൽ നല്ലൊരു പോളിഷ് കൂടി വേണമെന്ന് നമ്മൾ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം പറഞ്ഞ് 70,000-നകത്തിൽ നിൽക്കും ചിലവ്. നമുക്ക് അതല്ല, അതിൻ്റെ റേഞ്ചുകളൊക്കെ പലതരത്തിൽ കൂട്ടാം. എങ്കിലും ഒരു മിനിമം സ്റ്റാൻഡേർഡിൽ തീർത്തെടുക്കുമ്പോൾ ഏകദേശം 70,000-നകത്ത് നിൽക്കുമെന്ന് തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാക്കാം. നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന ഉറപ്പും ബലവും ഈടും PVC ബോർഡ് കൊണ്ട് ഉണ്ടാക്കുമ്പോൾ കിട്ടുന്നതിനേക്കാൾ അത് വളരെ കൂടുതലാണ്. താരതമ്യം ചെയ്യാൻ കൂടി പറ്റാത്ത അത്ര കൂടുതൽ. ശരിയല്ലേ? ഇനി ഒരു വീട് പണി കഴിയുമ്പോൾ ഉണ്ടാകുന്ന മണ്ണിൽ ചേരാത്ത PVC മാലിന്യങ്ങളോ പറയാനുമില്ല. എങ്കിലും സമയലാഭം, അതായത് റെഡി ടു പർച്ചേസ് ആൻഡ് റെഡി ടു വർക്ക്, ആ ഒരു കൺസെപ്റ്റ്, ആ ഒരു മാനദണ്ഡം വെച്ച് മാത്രം എല്ലാവരും പ്ലാസ്റ്റിക് ബോർഡുകളുടെ പിന്നാലെ പായുകയാണ്. കൂടുതൽ പണം മുടക്കി കുറഞ്ഞ കാലം വീട് നിൽക്കുന്ന വസ്തുക്കളെ ആശ്രയിക്കാതെ തികച്ചും നാച്ചുറലായിട്ടുള്ള മരം കൊണ്ട് പണിതാൽ അത് നമുക്ക് തരുന്ന ഈടും ഉറപ്പും കംഫർട്ടും ഒന്നും മറ്റൊരു മെറ്റീരിയലും തരാൻ കഴിയില്ല എന്നുള്ളത് പ്രത്യേകം ഓർക്കുക. നമ്മൾ നല്ല മരം വെച്ചിട്ട് വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വളരെ ലോങ് ലാസ്റ്റിംഗ് ആയിരിക്കും. തലമുറകളോളം ഏറ്റവും ഭംഗിയായിട്ടും വൃത്തിയിലും ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. ഒപ്പം നിങ്ങളുടെ ആത്മാർത്ഥമായിട്ടുള്ള കമൻറ്റുകൾ ഒന്ന് കുറിക്കാൻ ശ്രമിക്കുക. മറ്റൊരു അറിവുമായി വീണ്ടും വരാം. എല്ലാവർക്കും നമസ്കാരം.